എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓണം സ്പെഷ്യൽ ഗിവ് അവേ ഓഗസ്റ്റ് 21 തിരുവോണത്തിൻ്റെ അന്ന് സ്റ്റാർട്ട് ചെയ്ത ഈ ഒരു കോമ്പറ്റീഷൻ സെപ്റ്റംബർ 1 ആകുമ്പോഴത്തേക്ക് ഇന്ന് അവസാനിക്കുവാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ അറിയും ആർക്കാണ് ഈ ഒരു Soundcore R500 ലഭ്യമാകുന്നതെന്നുള്ളത്. എന്തായാലും കഴിഞ്ഞ നമ്മുടെ ഫസ്റ്റ് ഗിവ് അവേ പോലെ ആ ഒരു റാൻഡം കമൻറ്റ് ജസ്റ്റ് നേരെ അങ്ങ് പിക്ക് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഒരു 20 പേരെ പിക്ക് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് ഒരാളെ ചൂസ് ചെയ്യുമെന്നുള്ളതാണ്. എന്തായാലും ആദ്യം നമുക്ക് ആ ഒരു 20 പേരെ പോയി തിരഞ്ഞെടുത്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മുടെ കമന്റ് പിക്കർ ഞാനിവിടെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു കമന്റ് പിക്കർ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ആ ഒരു 20 റാൻഡം കമന്റ്സ് ഞാൻ പിക്ക് ചെയ്യാൻ പോകുന്നത്. എന്നാൽ നമ്മുടെ കഴിഞ്ഞ ഗീവ് അവേ ഫസ്റ്റ് നമ്മുടെ ചാനലിലെ ആ ഒരു ഗീവ് അവേ വിന്നറിനെ ഞാൻ പിക്ക് ചെയ്ത പോലെ അല്ല ഇവിടെ ചെയ്യുന്നത്. അവിടെ ചെയ്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതിനകത്ത് ആ ഒരു URL കൊണ്ടുവന്നിട്ട് ആരെയാണോ ആദ്യം കണ്ടത് അല്ലെങ്കിൽ ആ ഒരു 1 മുതൽ 5 വരെ ഞാൻ പിക്ക് ചെയ്തിട്ട് അതിൽ നിന്നും ഒരാൾക്ക് കൊടുക്കുമായിരുന്നു എന്നുള്ളതാണ്. ആരാണോ ഫസ്റ്റ് അയച്ചത് അവർക്ക്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, 20 കമൻസ് ഞാൻ പിക്ക് ചെയ്തിട്ട് അതിൽ നിന്നും മാനുവലി ഞാൻ അവരുടെ പേരൊക്കെ തന്നെ പേപ്പറിൽ എഴുതിയിട്ട് ഞറുക്കെടുപ്പ് നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുന്നേ നമ്മുടെ ആ ഒരു വീഡിയോയുടെ സ്റ്റാറ്റസ് ഒന്ന് നോക്കുകയാണെങ്കിൽ 3768 പേര് ഇതുവരെ ആ ഒരു വീഡിയോ കണ്ടു എന്നുള്ളതാണ്. കൂടാതെ 576 കമൻസ് അതിനകത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ 474 ലൈക്കും കൂടാതെ 14 അൺലൈക്കും നമുക്ക് ഈ ഒരു വീഡിയോയിൽ കിട്ടിയെന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു 576 കമൻസിൽ നിന്നും ഞാൻ പിക്ക് ചെയ്യുമ്പോൾ ആ കമൻറ്റ് നമ്മുടെ ആ ഒരു R500ൻ്റെ വീഡിയോ കണ്ടിട്ട് എന്താണോ നിങ്ങൾക്ക് തോന്നിയ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ എന്താണ് സ്പെഷ്യാലിറ്റി അതായിരിക്കണം എഴുതിയത്. ആ ഒരു കമൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അവർക്ക് സമ്മാനം കൊടുക്കത്തുള്ളൂ. ഞാൻ ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് രണ്ടാമതും ഒരു വീഡിയോ 5 ദിവസം മുന്നേ ഇട്ടിരുന്നെന്നുള്ളതാണ്. അപ്പം ഞാൻ ഇവിടെ നിന്ന് നമ്മുടെ വീഡിയോയുടെ ലിങ്ക് ഒന്ന് കോപ്പി എടുക്കുവാണ്. അതിനുശേഷം ഇവിടെ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്തു. അതിനുശേഷം ഫിൽറ്റർ ഡ്യൂപ്ലിക്കേറ്റ് യൂസേഴ്സ് ഞാനത് ചെക്ക് ചെയ്യണം. വേറൊന്നും കൊണ്ടല്ല, ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് യൂസേഴ്സ് ഉണ്ടെങ്കിൽ, കാരണം ഒരാൾ തന്നെ ഒരു 10 അക്കൗണ്ടിൽ നിന്നുമാണ് അയച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളിൽ ആ ഒരു 10ൽ നിന്നും ഒരാളെ മാത്രമേ പിക്ക് ചെയ്യത്തുള്ളൂ. കൂടാതെ ഇൻക്ലൂഡ് റിപ്ലൈസ് ടു കമൻറ്റ്സ് ഞാൻ ചെക്ക് ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എവിടെയും തന്നെ ആർക്കും കമൻറ്റ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അതൊന്നും ഞാൻ ചെക്ക് ചെയ്യുന്നില്ല. ഇനി നമ്മൾ ആ ഒരു ഗെറ്റ് യൂട്യൂബ് കമൻറ്റ്സ് എന്നുള്ളത് ഞാൻ കൊടുക്കുവാണ്. അപ്പോൾ അതെ ഇവിടെ കാണാൻ കണ്ടോ, 100, 200, 300, 400, 500, യെസ് 465 എമൗണ്ട് ഓഫ് യുണീക്ക് കമൻറ്റ്സ് ആണ് ഇപ്പോൾ അവർ ഇതിലൂടെ ഓട്ടോമാറ്റിക്കലി പിക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ ഇവിടെ സ്റ്റാർട്ട് കൊടുക്കുവാണ്. കാഷിയോ ജോസഫ് ആണ് ആദ്യം നമുക്ക് വന്ന ഒരാളെന്ന് പറയുന്നത്. എന്നാൽ അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും അതിൽ കമൻ്റ് ഇട്ടേക്കുന്നത് ജസ്റ്റ് ഫസ്റ്റ് എന്ന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അത് ഞാൻ ചൂസ് ചെയ്യുന്നില്ല. ഒന്നുകൂടി പിക്ക് അനദർ വിന്നർ കൊടുക്കുവാണ്. സിജോ ES നെക്ക് ബാൻഡ് ഫ്ലെക്സിബിലിറ്റി ഇഷ്ടപ്പെട്ടു, ബട്ട് വയർ ഓവർ തിക്നെസ് ആണ്, വേഴ്സ്റ്റ് ലുക്കാണ്, ആ വയർ കംഫർട്ടബിൾ ആയിരിക്കും എന്ന് തോന്നുന്നില്ല. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ആ ഒരു വീഡിയോ കണ്ടത് വെച്ചിട്ട് തന്നെയാണ് ആ ഒരു കമൻറ്റ് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ആ ഒരു പിക്ക് ഞാൻ സിജോ ESനെ സെലക്ട് ചെയ്യുവാണ്. ഇനി അടുത്ത ആളെ നോക്കാം. 5 ബ്രദേഴ്സ് ഹെഡ്സെറ്റ് പൊളി സാധനമാണ്. ഇത് വീണ്ടും ഞാൻ പറയുവാണ്, ഇങ്ങനെ കമൻറ്റ് ഇട്ടാൽ ഞാൻ പിക്ക് ചെയ്യത്തില്ല എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത ആൾ പിക്ക് ചെയ്യുവാണ്. മാസ്ക് ആൻഡ് ക്യാപ്പാണ് അടുത്ത ആൾ വന്നിരിക്കുന്നത്. വീഡിയോ പൊളിയായിട്ടുണ്ട്, ബട്ട് ബേസ് വേണം എന്നാണ് പുള്ളിക്കാരൻ എഴുതിയിരിക്കുന്നത്. എന്തായാലും എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ ആ ഒരു വീഡിയോ കണ്ടു എന്ന് തോന്നുന്നു. കാരണം ഞാൻ ആ ഒരു വീഡിയോയിൽ ബേസ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കാം പുള്ളിക്കാരൻ ആ ഒരു ബേസ് വേണമെന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, നമുക്കൊരു കൺസിഡർ ചെയ്യാം. എന്തായാലും അത്യാവശ്യം ബേസ് വേണമെന്നെങ്കിലും എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് രണ്ടാമത് ആ ഒരു മാസ്ക് ആൻഡ് ക്യാപ്പിനെ ഞാൻ ചൂസ് ചെയ്യുവാണ്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മലയാളം ടെക് ഫാക്ടറി കണ്ടോ കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് എല്ലാം. നല്ല സൗണ്ട് ക്വാളിറ്റി ആൻഡ് നല്ല പ്രൈസ് ആൻഡ് ഫീച്ചേഴ്സ് ഈ പ്രൈസിൽ കിട്ടുന്നതിൽ തന്നെ ഭാഗ്യം. ക്ലാസ് കാണാനൊക്കെ കിടിലമായിരിക്കും. സിനാൻ PK നല്ല ക്വാളിറ്റിയുള്ള ഹെഡ്സെറ്റ് ആണെന്ന് മനസ്സിലായി. പിന്നെ അതിൻ്റെ കളർ ഇഷ്ടപ്പെട്ടു. ആ പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന നല്ലൊരു ഹെഡ്സെറ്റ് തന്നെ. സിനാൻ PKനെ ഞാൻ ചൂസ് ചെയ്യുവാണ്. 10 മിനിറ്റ് 3 hours പ്ലേ ടൈം. ഓക്കെ, പുള്ളിക്കാരന് ഓക്കെ, അത് ആ ഒരു ഫീച്ചറാണ് അതിൻ്റെത്, അത് പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. നിതിൻ വ്ലോഗ്സ് ദീസ് നെക്ക് ബാൻഡ് ആർ വെരി ഗുഡ് ക്വാളിറ്റി ആൻഡ് ദീസ് ബാറ്ററി ടൈം ആൻഡ് ഓവറോൾ വ്യൂ ഈസ് വെരി ക്യൂട്ട്. ഐ ലൈക്ക് ഇറ്റ് ദ പ്രോഡക്റ്റ്. പുള്ളിക്കാരൻ കണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല. എന്തായാലും ആ ഒരു ഗുഡ് ക്വാളിറ്റീസും അതുപോലെ തന്നെ ബാറ്ററി ടൈമൊക്കെ എഴുതിയേക്കുന്നതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്യാം. ഗുഡ് ലുക്ക്, ആവറേജ് പ്രോഡക്റ്റ്, ഐ തിങ്ക് ഗുഡ് ലക്ക്.
ഹാപ്പി ഓണം. ആദർശ്, സ്വാതി കൃഷ്ണ, ബ്രോ ഞാൻ ആ പ്രോഡക്റ്റ് മേടിച്ചിട്ടില്ല, ബട്ട് ആ വീഡിയോ കണ്ടതിൽ വെച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു, സൗണ്ട് ക്വാളിറ്റി ഇഷ്ടപ്പെട്ടു എന്നാണ് സ്വാതി കൃഷ്ണ പറയണത്. ഹാഫിസ് സമീൻ, സൗണ്ട് കോർ R100 നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണ്, സിമ്പിളായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ജിതിൻ ജിത്ത് JS, ഈ സൗണ്ട് കോർ R500 ഒരു നല്ല പ്രോഡക്റ്റ് ആണെന്ന് ചേട്ടൻ്റെ വോയിസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ പുതിയ പ്രോഡക്റ്റിലെ ഒരു സോങ് കേൾക്കാൻ ഞാൻ വളരെ അധികം ആഗ്രഹിക്കുന്നു. എന്തായാലും എൻ്റെ സൗണ്ടിൽ നിന്നും ആ ഒരു സൗണ്ട് ക്വാളിറ്റി മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. അത് ഇഷ്യൂ കമൻറ്റ്, കളർ എനിക്ക് പെരുത്തി ഇഷ്ടമായി, കൂടാതെ മൈക്ക് ക്വാളിറ്റി കൊള്ളാം, പിന്നെ സൗണ്ട് കോറിന് 18 ഇയർ വാറൻറ്റി ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ എന്തായാലും കണ്ടു അത്. IM ടെക് മലയാളം, സൗണ്ട് ക്വാളിറ്റി കണ്ടിട്ട് സൗണ്ട് കോർ R100 കണ്ടിട്ട് നല്ല ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയും ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. സൗണ്ട് കോർ R100 ഈസ് എ അമേസിംഗ് ഫ്ലെക്സിബിൾ നെക്ക് ബാൻഡ്, വെരി ഗുഡ് മൈ ക്വാളിറ്റി, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മുഹമ്മദ് സബിത്ത്, സുഫുവാൻ സാഫു, R100 ബെസ്റ്റ് കളർ കോമ്പിനേഷൻ. ഓക്കെ. നൺ എഡിറ്റ്സ് മലയാളം, ആദിൻ, മൈക്ക് ക്വാളിറ്റിയും ബാറ്ററി കപ്പാസിറ്റിയും എനിക്കിഷ്ടമായി. ഫാസ്റ്റ് ചാർജിങ് കൊള്ളാം, ഈ പ്രൈസ് റേഞ്ചിൽ നല്ലതാണെന്ന് തോന്നുന്നു. ഫെബിൻ അലക്സ്, മൈക്ക് ക്വാളിറ്റി അടിപൊളിയാണെന്ന് തോന്നുന്നു, ലുക്ക് അടിപൊളി, ബേസ് കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. ഹൈഡ്രോളിക് ക്രഷർ, F500 ബ്രോ സൗണ്ട് കോർ F500 അല്ല R500 വീഡിയോ അപ്ലോഡ് ചെയ്ത ദിവസം തന്നെ ഞാൻ കണ്ടിരുന്നു. ഡിസൈൻ ആൻഡ് മൈക്ക് ക്വാളിറ്റിയാണ് എനിക്കിഷ്ടപ്പെട്ടത്, പിന്നെ അതിൻ്റെ ഫ്ലെക്സിബിലിറ്റിയും എനിക്കിഷ്ടപ്പെട്ടു. അൽത്താഫ് പറഞ്ഞതാണ്. അപ്പോൾ ആദ്യം നമുക്ക് സിജോയുടേതൊന്ന് ജസ്റ്റ് ഒന്ന് മടക്കാം. അപ്പോൾ ഞാൻ എല്ലാം തന്നെ മടക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് റാൻഡമായിട്ട് എന്താ പറയുക, ഒന്ന് ഷഫിൾ ചെയ്തിട്ട് ഒരാളെ ഇതിൽ നിന്നും ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ആരാണ് ആ ഒരു വിന്നർ? എന്തായാലും ഈ ഒരു രീതിയിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. എല്ലാം ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇതിൽ നിന്നും ഞാൻ ഒരാളിത് ഇപ്പോൾ ഒന്ന് ചൂസ് ചെയ്യുകയാണ്. എന്തായാലും ഞാനത് നോക്കിയിട്ടല്ല, നോക്കിയിട്ടാണ് എടുക്കുന്നത്. രണ്ടുപേരും ഒന്ന്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഒരാളെ ചൂസ് ചെയ്യാൻ പോവാണ്. ക്യാമറയിൽ നോക്കിയാണ് ഞാൻ എടുക്കുന്നത്, ഒരിക്കലും ആ ചീട്ടിൽ നോക്കിയിട്ടല്ല കേട്ടോ എടുക്കുന്നത്. യെസ്, ഫെബിൻ അലക്സ് ആണ് ആദ്യം വന്നിരിക്കുന്നത്. എന്തായാലും 18ാമത് നമ്മുടെ ആ ഒരു റാൻഡം പിക്കിൽ നമുക്ക് കിട്ടിയ ഒരാളാണ് ഫെബിൻ അലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഫെബിൻ അലക്സ്, കൺഗ്രാജുലേഷൻസ്. നമ്മുടെ ഈ ഒരു സൗണ്ട് കോർ R500 ലഭ്യമായിരിക്കുവാണ്. ഉറപ്പായിട്ടും അടുത്ത് തന്നെ നിങ്ങളുടെ വീട്ടിൽ ഇത് എത്തുമെന്നുള്ളതാണ്. എന്നാൽ ഇവിടെ ചെറിയൊരു കണ്ടീഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഒരാഴ്ചക്കകത്ത് ഫെബിൻ എനിക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഓണം ഗിവ് അവേയുടെ വീഡിയോ 100% കണ്ടതിൻ്റെ ഒരു ഫോട്ടോയും സ്ക്രീൻഷോട്ടും, കൂടാതെ കമൻറ്റും, നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നതും, അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആ ഒരു സ്ക്രീൻഷോട്ട്, ഇതൊക്കെ തന്നെ ഉറപ്പായിട്ടും എനിക്ക് ഈ ഒരു ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അയക്കുക എന്നുള്ളതാണ്. കാരണം ഉറപ്പായിട്ട് ഞാൻ എല്ലാ 2 വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ആ ഒരു 100% ചെയ്താൽ മാത്രമേ ഈ ഒരു പ്രോഡക്റ്റ് കിട്ടൂ എന്നുള്ളത്. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു റാൻഡം ആയിട്ട് ഇതിൽ നിന്നും ഒരു 5 പേരെ ചൂസ് ചെയ്യും. അത് വേറൊന്നിനുമല്ല, ഫെബിൻ ഇൻ കേസ് നമുക്ക് ആ ഒരു വീഡിയോയുടെ സ്ക്രീൻഷോട്ട്സ് ഇതൊന്നും തന്നെ അയച്ചു തരാണ്ടിരുന്നാൽ, അല്ലെങ്കിൽ അതൊന്നും പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ചെയ്തില്ല എങ്കിൽ, ഉറപ്പായിട്ടും ഇനി നിങ്ങൾ കാണാൻ പോകുന്ന ഈ ഒരു 5 പേരിൽ ആരാണോ ആദ്യം അയച്ചിരുന്നത് അവർക്കായിരിക്കും, അല്ലെങ്കിൽ ആരാണോ 100% നമ്മുടെ ആ ഒരു ഗിവ് അവേ നിബന്ധനകൾ പാലിച്ചത് അവർക്കായിരിക്കും എന്നുള്ളതാണ്. ഉറപ്പായിട്ടും ഞാൻ ഈ ഒരു സൗണ്ട് കോർ R500 വീഡിയോ ഇന്ന് മുതൽ അങ്ങോട്ട് പ്രൈവറ്റ് ആക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി പോയിട്ടിരുന്നിട്ട് കണ്ടിട്ട് 100% ആ കണ്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. കാരണം ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ഫ്രീ ആയിട്ട് എനിക്ക് കിട്ടിയതല്ല, സ്വന്തമായിട്ട് കാശ് മുടക്കി വാങ്ങിച്ച ഒരു പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് സമ്മാനമായിട്ട് തരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഗിവ് അവേയിൽ നിങ്ങൾ 100% ആ ഒരു ഹൃദയത്തിൽ നിന്നും 1440 മിനിറ്റിൽ നിന്നും ഹൃദയത്തിൽ നിന്നും ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് കൊടുക്കണമെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇതിന്ന് റാൻഡം ആയിട്ട് ഏതെങ്കിലും ഒരെണ്ണം എടുക്കുവാണ്.
ഒന്നെന്ന് പറയുന്നത് അനസ് അനു 19ാമത്തെ ആളാണ്. രണ്ടാമത് ഹാഫിസ് അമീൻ 10ാമത്തെ ആളാണ്. മലയാളം ടെക് ഫാക്ടറി 3ാമത്തത്. എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ട ആ ഒരു കമൻ്റാണ് കേട്ടോ ഈ ഒരു മലയാളം ടെക് ഫാക്ടറിയുടേത്. 3 ഇനിയിപ്പോൾ 2 കൂടി ഉള്ളൂ. മാസ്ക് ആൻഡ് ക്യാപ്പ് 2ാമത്തത്. ഹൈഡ്രോളിക് ബണ്ടിൽ 20ാമത്തെ നമ്മുടെ എനിക്കറിയാവുന്ന ഒരാളാണ് ഈ ഹൈഡ്രോളിക് ബണ്ടിൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ 5 പേരും കൂടി ഉറപ്പായിട്ടും നിങ്ങളുടെ സ്ക്രീൻഷോട്ട്സ് ഒന്നുകൂടി എനിക്ക് മെയിലായിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ അയക്കുക. അതിൽ നിന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ ഉറപ്പായിട്ടും ഫെബിൻ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് കോൺടാക്ട് എന്നെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഈ ഒരു 5 പേരിൽ ആരാണോ ആദ്യം അയക്കുന്നത് അവർക്ക് തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു ഗിവ് അവേയിൽ പങ്കെടുത്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നും ആ ഒരു നന്ദി അറിയിക്കുന്നു. കൂടാതെ ഇനിയും നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത് തന്നെ മറ്റൊരു ഗിവ് അവേ ഉണ്ടാവും. ആ ഒരു ഗിവ് അവേയിൽ 100% പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പിന്നെ കുറച്ചുകൂടി ഞാൻ ഒരു ടൈറ്റ് ചെയ്യും. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ ആ ഒരു കമൻ്റ് എന്നൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രീതിയിൽ ഞാൻ നോക്കിയില്ല. എന്നാൽ ഒരു അത്യാവശ്യം കമൻറ്റ് എഴുതിയേക്കുന്നതൊക്കെയാണ് ഞാൻ ചൂസ് ചെയ്തത്, ഈ ഒരു 20 പേരിൽ തന്നെ. അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി നമ്മുടെ ഫെബിന് കൺഗ്രാജുലേഷൻസ് നൽകുന്നു. എന്തായാലും ഇന്ന് രാത്രി നമ്മളൊരു ലൈവ് ഉണ്ടാവും. അത് എത്ര മണിക്കാണെന്ന് ഞാൻ കൺഫേം ചെയ്യുന്നില്ല. 7:30 അല്ലെങ്കിൽ 8:30 ആയിരിക്കും. അപ്പോൾ ആ ഒരു ലൈവിലേക്ക് കാണുമ്പോഴേക്കും ബൈ.